ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് കൂടി ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ബംഗളൂരു എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പിനെ കുറിച്ചാണ്. കൂടാതെ തന്നെ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്കറിയാം, അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എവേ മത്സരമാണ്. ഒരു മത്സരം നടക്കാൻ പോകുന്നത് ബംഗളൂരുവിന്റെ തട്ടകത്തിൽ വെച്ചാണ്. ഈ വരുന്ന ശനിയാഴ്ച അഥവാ മാർച്ച് 2-ാം തീയതി രാത്രി 7:30 ഈ ഒരു മത്സരം അരങ്ങേറാൻ പോകുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെയും ബംഗളൂരു എഫ്സിയുടെയും മത്സരത്തിലെ റിസൾട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇരു ടീമുകളും ഇതുവരെ ഏറ്റുമുട്ടിയത് 14 മത്സരങ്ങൾക്കാണ്. ഈ ഒരു 14 മത്സരത്തിൽ 4 തവണ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിജയം കണ്ടെത്തിയിട്ടുണ്ട്. ബംഗളൂരു ആണെങ്കിൽ 8 തവണയും വിജയം കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള മത്സരങ്ങളെല്ലാം സമനിലയിലാണ് അവസാനിച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് 8 തവണ ബംഗളൂരു എഫ്സിയോട് പരാജയപ്പെട്ടപ്പോൾ 4 തവണ മാത്രമാണ് ബംഗളൂരു എഫ്സി ബ്ലാസ്റ്റേഴ്സിനോട് പരാജയപ്പെട്ടിട്ടുള്ളത്. കൂടാതെ ഇതുവരെ ആയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പോസ്റ്റിലേക്ക് 23 ഗോളുകളാണ് ബംഗളൂരു എഫ്സി അടിച്ചു കയറ്റിയിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ബംഗളൂരു എഫ്സിയുടെ പോസ്റ്റിലേക്ക് 16 ഗോളുകളും അടിച്ചു കയറ്റിയിട്ടുണ്ട്. ഇനി ഏതായാലും നമുക്ക് അധികം ലാഗ് അടിപ്പിക്കാതെ തന്നെ അടുത്ത ബംഗളൂരു എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഗോൾ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല കാക്കാൻ വേണ്ടി കരൺജിത്ത് സിംഗ് ആണ് ഉണ്ടാവുക. സച്ചിന് പരിക്ക് പറ്റിയതിനെ തുടർന്ന് ഈ ഒരു ISL സീസൺ മുഴുവനായും നഷ്ടമാവുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഈ ഒരു 10-ാം സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ അങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളിലും കരൺജിത്ത് സിംഗ് ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായി ഉണ്ടാവുക. ഇനി പ്രതിരോധ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ നവോച്ച സിംഗ്, മിലോസ് ദ്രിൻസിച്ച്, ഹോർമിപ്പാം റുയിവ, സന്ദീപ് സിംഗ് എന്നിവരാണ് ഉണ്ടാവുക. സെന്റർ ബാക്കുകളായിക്കൊണ്ട് മിലോസ് ദ്രിൻസിച്ചും ഹോർമിപ്പാമും കളിക്കുമ്പോൾ റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് നവോച്ച സിംഗും കളിക്കാനാണ് സാധ്യത കാണുന്നത്. ഇനി മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് ഐമൻ, വിപിൻ മോഹനൻ, ജീക്സൺ സിംഗ്, ഡൈസുക്കെ സക്കായി എന്നിവരാണ് കളിക്കാൻ സാധ്യതയുള്ളത്. റൈറ്റ് വിങ്ങിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ജാപ്പനീസ് താരമായ ഡൈസുക്കെ സക്കായി കളിക്കുമ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ മുഹമ്മദ് ഐമനും കളിക്കും. സെന്റർ മിഡ്ഫീൽഡേഴ്സുകളായിക്കൊണ്ട് വിപിൻ മോഹനനും ജീക്സൺ സിംഗും കളിക്കാനാണ് നമ്മൾ സാധ്യത കാണുന്നത്. ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ അടുത്ത് ലൂണക്ക് പകരക്കാരനായിക്കൊണ്ട് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ലിത്വാനിയൻ നായകൻ ഫെഡോ സെർണിച്ചും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗോൾ മെഷീൻ അഥവാ ഗോൾ വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രോസ് ഡയമൻഡക്കോസുമാണ് മുന്നേറ്റ നിരയിൽ കളിക്കുക. നിലവിൽ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി 29 പോയിന്റോട് കൂടി പോയിന്റ് ടേബിളിൽ 4-ാം സ്ഥാനത്താണുള്ളത്. എതിരാളിയായ ബംഗളൂരു എഫ്സി ആണെങ്കിൽ 18 പോയിന്റോട് കൂടി 9-ാം സ്ഥാനത്തുമാണ് പോയിന്റ് ടേബിളിലുള്ളത്. ഏതായാലും ബംഗളൂരു എഫ്സിക്കെതിരായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നിങ്ങൾക്ക് പോസിബിൾ ആയി തോന്നുന്ന ഒരു ലൈനപ്പും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോറും ഒന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മുടെ ഈ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.